ആര് വന്ന് തൊഴുന്നു, ഒരുപാട് പേര് ഇവിടെ വന്ന് VIP ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് തൊഴുവാറുണ്ട്. ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ VIP, ഭഗവാന്റെ മുന്നിൽ VIP എന്നൊന്നുമില്ല. പക്ഷെ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് തടഞ്ഞു നിർത്തേണ്ടി വന്നു. അത് ഗുരുതരമായൊരു വിഷയമാണ്. അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതിൽ ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതും കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ വിശദീകരണം വന്നതിന് ശേഷം ഉചിതമായ ശക്തമായ നടപടി സ്വീകരിക്കും. അതിൽ 4 പേർക്കെതിരെ. പിന്നെ ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ 22 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. 22 ദിവസവും വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായ സംതൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. അതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം, ഉദ്യോഗസ്ഥന്മാരുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഈ ദിലീപിന്റെ ദർശനവുമായി ബന്ധപ്പെട്ട് 2 ഗാർഡുമാർക്കും അതാണ് മൊത്തത്തിൽ 4 പേർക്കാണോ 3 പേർക്കാണോ? റിപ്പോർട്ടിൽ SP എനിക്ക് തന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള 4 പേർ. ആ 4 പേർക്ക് 4 പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇതിലൊരു സൂപ്പർവൈസറി ലാബ്സ് ഒക്കെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, AEO, 2 ഗാർഡുമാർ. എന്തോ മുറി എന്നൊക്കെ പറയുന്നത് അതൊന്നും കോടതി പരാമർശിക്കപ്പെട്ട വിഷയങ്ങളല്ലല്ലോ. ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഭക്തജനങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് കോടതി പറയുന്നത്. അത് കോടതി പറയുന്നതിൽ ചെറിയ ന്യായമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. റിപ്പോർട്ടിലും അങ്ങനെയാണ് പറഞ്ഞത്. അതനുസരിച്ച് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നടപടി തീർച്ചയായിട്ടും ഈ കൊടുത്തല്ലോ, റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞല്ലോ. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ. ബാക്കി കോടതി പറയട്ടെ. ഞാൻ പറയുന്നത് ദിലീപിൻ്റെ മാത്രം കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റു VIP ഉണ്ടായിരുന്നല്ലോ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു, വേറെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ദിലീപിനെ മാത്രം എനിക്കറിയില്ല. എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അത്തരത്തിൽ അവിടെ നിന്ന് നേരെ സോപാനത്തിന്റെ ഭാഗത്തേക്ക് വരുന്നൊരു പതിവുണ്ടോ? അങ്ങനെ അനുവദിക്കാറുണ്ടോ? അല്ല, ദിലീപ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള VIP ആയിട്ടുള്ള MLA മാരോ മന്ത്രിമാരോ ഹൈക്കോടതി ജഡ്ജിമാരോ ഒക്കെ വന്നാലും ഞങ്ങൾ സ്വാഭാവികമായും അവിടെ ഒരു ഗസ്റ്റ് എന്നുള്ളതിൽ കൊണ്ടിരുത്താറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആലോചിച്ചുകൊണ്ട് വന്നത്. അതൊന്നും ഒരു വലിയ ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്കിതിലൊരു ഒരു പ്രധാനപ്പെട്ട കോടതി പറഞ്ഞതൊരു ശരിയായി തോന്നിയ ഒരു കാര്യം, അവിടെ കുറച്ച് സമയത്തേക്കെങ്കിലും ദർശനം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതൊരു ശരിയാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരൊക്കെയാണോ അതിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരായിട്ടാണ് SP റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അല്ല, അത് കോടതിയുടെ ഇടപെടൽ ശരിയാണത്. അത് പാടില്ല. കഴിഞ്ഞ 22 ദിവസം കൊണ്ട് അങ്ങനെ സംഭവമേ ഇല്ല. അതിലൊരു ചെറിയ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളും കാണുന്നത്. SP റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ആർക്കെല്ലാം ഇവിടെ ഈ പറയുന്ന ഗസ്റ്റുമാരൊക്കെ വരുമല്ലോ. നിങ്ങളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഇവിടെ വരുന്നു അവർക്കെല്ലാം നമ്മൾ ഗസ്റ്റ് കൊടുക്കാറില്ലേ? ആരെല്ലാം പത്രമാധ്യമങ്ങളിൽ നിന്ന് ആരെല്ലാം ഇവിടെ വരുന്നു അവർക്കെല്ലാം നമ്മൾ ഗസ്റ്റ് റൂം തുറന്നു കൊടുക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമല്ലേ. ജഡ്ജിമാർ വരും, MLA-മാർ വരും, MP-മാർ വരും. അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ നമ്മൾ പോയിന്റിലേക്ക് വരും. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഭക്തജനങ്ങളുടെ ദർശനം ഒരു അല്പസമയത്തേക്കെങ്കിലും തടസ്സപ്പെട്ടു. അത് പോയിന്റാണ്. അത് കറക്റ്റാണ് കോടതി പറഞ്ഞത്. അതൊരു വീഴ്ചയായി ഞങ്ങൾ കാണുകയും ചെയ്യുന്നു, ഗൗരവമായി എടുക്കുകയും ചെയ്യുന്നു. അതാണ് ഞങ്ങളുടെ വിഷയം. ഇനി ഇത്തരത്തിൽ നടപടി ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഉറപ്പായിട്ടും അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കോടതി പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം അതാണല്ലോ. കഴിഞ്ഞ 22 ദിവസമായി ഞങ്ങളും ദേവസ്വം ബോർഡും പിന്നെ പോലീസും തമ്മിലുണ്ടാക്കിയൊരു ധാരണയില്ലേ, അത് കൃത്യമായി പരിപാലിച്ച് പോവുകയല്ലേ. അപ്പോൾ ചെറിയ വീഴ്ച പറ്റി. അത് എന്താണെന്ന് നോക്കട്ടെ, നമുക്ക് പരിശോധിച്ച് കൃത്യമായ നടപടി എടുക്കും. അതോടൊപ്പം തന്നെ ഈ സുനിൽകുമാർ സുനിസ്വാമിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ അനാവശ്യമായ അനധികൃതമായ പ്രിവിലേജുകൾ എങ്ങനെയാണോ അല്ലാതെ കോടതി ചോദിച്ചു, അതനുസരിച്ച് അദ്ദേഹം പോയല്ലോ. അതിലും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വെർച്വൽ ക്യൂ എടുത്ത് തൊഴണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഇവിടെ ഡോണർ റൂമുണ്ട്. ആ ഡോണർ റൂമിൽ കാശടച്ച് തന്നെയാണ് പുള്ളി ഇപ്പോൾ താമസിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കോടതി പറഞ്ഞു അദ്ദേഹം പോയല്ലോ. അദ്ദേഹം പടിയിറങ്ങി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ദേവസ്വം ബോർഡ് അങ്ങനെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഗോശാലയിലുള്ള ആളിന് നമ്മൾ ശമ്പളം കൊടുക്കുകയല്ലേ. ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്.
അവിടുത്തെ ആൾ ഞങ്ങളാണ് കാശ് കൊടുക്കുന്നത്. അദ്ദേഹം പിന്നെ എന്തെങ്കിലും കൊടുക്കുന്നോ ഞങ്ങൾക്കറിയില്ല. എന്തായാലും ദേവസ്വം ബോർഡ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാശ് കൊടുക്കുന്നുണ്ട്. കോടതി പറയുന്നത് നേരത്തേക്ക് ഒരുപാട് പരാമർശം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പരാമർശം ഉണ്ടാകുമ്പോഴത്തേക്ക് മാറിയിരിക്കുന്ന അദ്ദേഹം വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അല്ല, 2017 എന്തോ കാര്യമാണ് പറയുന്നത്. എൻ്റെ ശ്രദ്ധയിൽ മെനഞ്ഞാന്ന് ആ പത്രത്തിൽ വായിക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം നടക്കണമെങ്കിൽ പോയല്ലോ. പമ്പയിൽ ഏതൊരു ഭാഗത്ത് തീർത്ഥാടകർ പദ്ധതിപരമായിട്ട് മാലിന്യം വലിച്ചെറിഞ്ഞ സ്വാഭാവികമായിട്ടുണ്ടല്ലോ. ഞങ്ങൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ പറയുന്നതാണ്, ഈ മറ്റ് ഈ ലക്ഷോപലക്ഷം ആളുകൾ വരുന്ന സ്ഥലമല്ലേ, പരമാവധി ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കോൺട്രാക്ട് കൊടുത്ത് ഈ തുണികളെല്ലാം തന്നെ വാരി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാളിച്ചകളുണ്ടാകും, സ്വാഭാവികമാണ്. അത് എന്തെങ്കിലും ദൃശ്യം ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ട് ഞങ്ങൾ പരിഹരിക്കും, ഉറപ്പായിട്ടും പരിഹരിക്കും.